കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കുറച്ച് ചോദ്യങ്ങൾ, അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ. ആ ചോദ്യത്തിന് അങ്ങ് ഉത്തരം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രമല്ല, അങ്ങ് കൈകാര്യം ചെയ്യുന്ന വകുപ്പിലെ ആരെങ്കിലും മറുപടി നൽകിയാലും മതി. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീണ ജോർജിനെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമായിരിക്കും. സർക്കാർ സംവിധാനങ്ങളിൽ നിൽക്കുന്ന മറ്റുള്ളവരെയും മെൻഷൻ ചെയ്തു കഴിഞ്ഞാലും കൊള്ളാം. വേണമെങ്കിൽ നമ്മളെ പ്രതിപക്ഷ നേതാവിനെയും മെൻഷൻ ചെയ്തോളൂ. മെൻഷൻ ചെയ്യുന്നതിൽ പൈസ ഒന്നും വേണ്ടല്ലോ, അതുകൊണ്ട് മെൻഷൻ ചെയ്തോളൂ. എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്: ഒരാൾക്ക് കരൾ മാറ്റിവെക്കണം. ഈ കരൾ മാറ്റിവെക്കേണ്ട മനുഷ്യൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് 25 ലക്ഷം രൂപ വേണം. എന്തായാലും ആഫ്റ്റർ അതിനുശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു 5 ലക്ഷം രൂപ കൂടി കരുതി വെക്കണം. അങ്ങനെ ഒരു 30 ലക്ഷം രൂപ വേണം. അപ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ പൈസയില്ല, ആ മനുഷ്യൻ്റെ കയ്യിൽ ചികിത്സിക്കാൻ പൈസയില്ല. അപ്പോൾ അവൻ കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് പോകേണ്ടത്? ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിൽ അവിടെ ആദ്യത്തെ സർജറി നടന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2022 ഫെബ്രുവരിയിലാണ്. ഓക്കെ, മൊത്തത്തിൽ അവിടെ നടന്നിട്ടുള്ളത് തന്നെ ഏകദേശം 7 സർജറിയാണെന്നുള്ളതാണ്. കേരളത്തിൽ തന്നെ 10-ൽ കൂടുതലേ നടന്നിട്ടുള്ളൂ, അതായത് 15-ന് താഴെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പറയുന്ന രോഗി എവിടേക്കാണ് പോകേണ്ടത്? ഇനി നിങ്ങൾ അങ്ങനെ ഒരു സംവിധാനം കാണിച്ചാൽ തന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഈ രോഗിക്ക് എത്ര പൈസ അവിടെ കൊടുക്കേണ്ടി വരും? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ 30 ലക്ഷം രൂപയാണെങ്കിൽ സർക്കാരിൻ്റെ അടുത്ത് ഒരു 20 ലക്ഷമോ 15 ലക്ഷമോ കൊടുക്കേണ്ടി വരും. ഈ 15 ലക്ഷവും കൊടുക്കാനില്ലാത്ത മനുഷ്യൻ എന്ത് ചെയ്യും? ഇതിനുള്ള ഉത്തരം കൂടി വേണം. ഈ 15 ലക്ഷവും കൊടുക്കാനില്ലാത്തവൻ എന്ത് ചെയ്യും? ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ പറയുന്നത് കേരളത്തിൽ 14 രോഗികളല്ലാതെ വേറൊരാളെ ചികിത്സിച്ചിട്ടില്ല. ഏകദേശം 1000-ഓ 2000-ഓ രോഗികൾ ഉണ്ടാവാം. ഒരു പക്ഷേ 5 വർഷത്തിൽ 1000, 2000, 3000 കല രോഗികൾ ഉണ്ടാകാം. ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് എന്ത് സഹായമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുക? സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇവർ പോകേണ്ടി വരും എങ്കിൽ അവരുടെ ചിലവ് നിങ്ങൾ വഹിക്കുമോ? ഇല്ലാത്തവൻ്റെ കാര്യമാണ് പറയുന്നത്. അതും ഇല്ല എങ്കിൽ അവൻ്റെ ആത്മാഭിമാനം വിറ്റ്, ഇപ്പം ഞാനടക്കം ചെയ്തിട്ടുള്ളത് പോലെയുള്ള അവൻ്റെ മുഖവും അവൻ്റെ കുടുംബചരിത്രവും വിളമ്പുന്ന അവൻ്റെ ദയനീയത പറയുന്ന ഒരു ചാരിറ്റി വീഡിയോ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇത് തെറ്റല്ലേ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തിനാണ് ഇവിടെ ഒരു സർക്കാർ? ഒരു മനുഷ്യന് ചികിത്സ കിട്ടാൻ വേണ്ടിയിട്ട് യാചിച്ചിട്ടും ഇനി ഫണ്ട് വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്കിതിനുള്ളൊരു ഉത്തരം തരാം. കൃത്യമായ ഉത്തരം ആവശ്യമാണ്.